everybody, welcome back to my channel. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാനല്ലേ ഇങ്ങനെ വേസ്റ്റ് മുണ്ടൊക്കെ കൊടുത്ത് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ 7th മന്തിൻ്റെ ഒരു ആഘോഷമാണ്. ആഘോഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചടങ്ങാണിത്. വൈറ്റ് പൊങ്കാല എന്നാണ് പറയാം. എനിക്ക് തോന്നുന്നു പാലക്കാട്, തൃശ്ശൂർ ആ ഭാഗത്തേക്കുള്ള ആൾക്കാർക്ക് ഇത് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. പക്ഷെ ഇവിടേക്ക് ഇത് എല്ലാവരും 7ാം മാസത്തിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. വന്നോളൂ, കുഴപ്പമില്ല, വന്നോളൂ. എല്ലാവരും രാവിലെ തന്നെ റെഡി ആവേണ്ട തത്രപ്പാടിലാണ്. ഞാൻ എന്താ സാരി കൊടുത്ത് സെറ്റാണ്, കണ്ടില്ലേ? വേസ്റ്റ് മുണ്ടൊക്കെ കൊടുത്ത് സെറ്റാണ്. ഇത് നമ്മുടെ കസവ് കടയിൽ നിന്നുള്ള വേസ്റ്റ് മുണ്ടാണ് കേട്ടോ. നമ്മുടെ ശബരിച്ചേട്ടനാണ് ഇതെല്ലാം സെറ്റാക്കിയത്. ആൻഡ് ഇപ്പോൾ രഞ്ജു എന്ന് പറഞ്ഞ ചേച്ചി വന്നിട്ട്, ചേച്ചി വന്നിട്ട് എനിക്കിതെല്ലാം ഉടുപ്പിച്ച് തന്നു രാവിലെ തന്നെ. ഇവിടെ അമ്മ വന്നോളൂ, നീ വന്നോളൂ, പൊക്കോളൂ. തേസയുടെ സ്പീഡിൽ പോവല്ലേ, തേസയുടെ വീടല്ലേ. ഞാനിവിടെ ലൈറ്റ് കുത്താൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് വായ തന്നുകൊണ്ടിരിക്കുകയാണ്. റെഡി ആവുന്നതിൻ്റെ ഇടയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നല്ല പുതിയ ബ്രഷ് കേട്ടോ, നല്ല മണം, റോസ് വാട്ടറിൻ്റെ മണം. ഇങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യാറില്ല റെഗുലർലി. ഇങ്ങനത്തെ എന്തായാലും കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് കെമിക്കലാണല്ലോ, യൂസ് ചെയ്യാറില്ല. ഇങ്ങനത്തെ ഇന്നൊരു സ്പെഷ്യൽ ഡേയും നന്നായിട്ട് റെഡി ആവേണ്ടതുകൊണ്ട് കണ്ടോ. ദേശമായിട്ട് റെഡി ആവാത്തോണ്ട് വരുന്നില്ല. ഇങ്ങോട്ട് വരൂ. ഞങ്ങൾ മാച്ചിങ് ഒന്നും ഇല്ല കേട്ടോ. ഒന്നും ദേശമായിട്ട് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ തീരെ ക്ഷമമില്ല. ഏതായാലും ഷർട്ട് എടുത്തിട്ടുണ്ട്. മാച്ചിങ് ആവാനൊന്നും ശ്രമിച്ചിട്ടില്ല. ചേച്ചിയാണ് നമ്മുടെ ചാനലിന്റെ ഐശ്വര്യം. യു ആർ മോസ്റ്റ് വാണ്ടഡ്. ഒന്ന് ഇട്ട് കൊടുത്താൽ ചേച്ചി ഇട്ടു. കമ്പിയർ വരൂ. അനിമൽ ഓഫ് ദി ഇൻഡസ്ട്രി. എല്ലാരും കോൺഷ്യസ് ആയിരിക്കണം. രാവിലെ ആയിട്ട് ഒരു പരസ്പരം അടി കൂടും. ഞാൻ വേഗം റെഡി ആയിട്ട് വരും. എന്നിട്ട് എനിക്ക് സിന്ദൂരം ഈ കവറിലുണ്ട് ചേച്ചിതാ. ഈ ബ്രൗൺ പേപ്പർ അങ്ങോട്ട് പൊട്ടിച്ചോളൂ, പുതിയതുണ്ട്. അടുത്ത് ഇങ്ങോട്ട് വരും. റെഡി ആവാനാണോ അങ്ങനെ? കർപ്പൂരം കത്തിക്കുന്നു. അയ്യോ അല്ല, സാമ്പ്രാണിപ്പൊടി കത്തിക്കുന്നു. അല്ല, അതിനകത്ത് കത്തിക്കുന്നതല്ല, വേറെ ഉണ്ട്. കിഴക്കോട്ട് വിളക്ക് കത്തിക്കണ്ടേ ശ്രീനാരായണ? അമ്മ ഇപ്പൊ വരും. അരയുടെ വെള്ളം ചേച്ചിയെ കണ്ടിട്ടില്ലേ? നാഗവല്ലി ഇല്ലേ, ഹോമകുണ്ടത്തിന്റെ ഫ്രണ്ട് ഇരിക്കുന്ന അതേപോലെ. ഞാൻ വിട്ടോ കൈ കൊണ്ടല്ലേ.
അപ്പോഴാണ് ചാമ്പൽ ഞാൻ കുറച്ചൊന്ന് മാറ്റിയായിരുന്നു. അല്ല ശർക്കര ആയാലും കുഴപ്പമില്ല ചേച്ചി. ശർക്കര ഇടാം. ശർക്കര ഇച്ചിരി തേങ്ങ ഉണ്ടല്ലോ. കൂടുതലും കുറഞ്ഞു. നമുക്ക് സുഖമായിട്ടിരിക്കും. ഇവിടെ ഇരുന്നോണ്ട് എനിക്കും കൂടെ എടുക്കാം. ഹായ് കൽക്കുഞ്ഞമ്മ പിന്നെ ഓൾറെഡി എല്ലാവരും കണ്ട് പരിചയമുണ്ടാവും. ആ തേസേട്ടൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. ഇത് തേസേട്ടൻ്റെ അമ്മയുടെ ഒരു ചേച്ചിയാണ്, ഉഷ വല്യമ്മ. ഇനി ഓരോ ചേച്ചിമാർ വരുമ്പോൾ ഓരോരുത്തരെ കാണിച്ചു തരാം. കഴിക്കാൻ ഇടിയപ്പം, ഉഴുന്നുവട, പുളിശ്ശേരി, ചട്നി വേറെ റീഫിൽ ചെയ്യും, ഇഡ്ഡലി, പൊങ്കാല പായസം. ഹായ്, എന്താ നാണം? ഇതാണ് തേസേട്ടൻ്റെ അമ്മയുടെ എൽഡർ സിസ്റ്റർ കമല വല്യമ്മ. ഇത് പ്രഭ വല്യമ്മ. എല്ലാ സിസ്റ്റേഴ്സും ആയി അല്ലേ? എല്ലാവർക്കും ഹായ്. All sisters. ഏകദേശം നമുക്ക് പോവാം. ഇങ്ങോട്ട് വെച്ചോ. കല്യാണത്തിനൊക്കെ എടുക്കുന്നല്ലേ, കല്യാണത്തിനൊക്കെ എടുക്കുന്ന സ്റ്റൈലാണ്. എനിക്ക് എന്താന്ന് അറിയത്തില്ല. ഈ ഇത് അല്ല, ഇത് കൈ കിട്ടുമ്പോ ഞാനങ്ങ് പ്രൊഫഷണൽ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ വേറെ ഡ്രസ്സ് മാറിയിട്ട് ബാക്കി ഞാൻ വിശദമായിട്ട് ഞാൻ കാറിൽ നിന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ബൈ. ഇങ്ങനെ കൊണ്ടു ബാക്കിലേക്ക് ഇങ്ങോട്ട് നീങ്ങുന്നില്ല. ആ വെള്ളം ഉണ്ടാകും. നമുക്ക് കല്യാണത്തിന് കാണാം.
അങ്ങനെ നമ്മൾ ഇറങ്ങി. അപ്പം എല്ലാം അടിപൊളിയായിട്ട് നടന്നു, എല്ലാം വളരെ മംഗളകരമായി. പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ചേച്ചിമാരുടെ ഒക്കെ ഇങ്ങനെ ഇത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ആചാരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. തേച്ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ അടിപൊളി. തേച്ചേട്ടന് കുറെ ക്രൗഡ് വന്നത് തന്നെ. തേച്ചേട്ടൻ പിന്നെ ഭയങ്കര ഒരു എന്താ ചെയ്യണ്ടെന്നുള്ളൊരു കൺഫ്യൂസിങ് സ്റ്റേജില് പൊതുവെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല. ഭയങ്കര ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ്. ചില സമയത്തിൽ എക്സ്ട്രോവേർട്ടാവും. അപ്പൊ നമുക്ക് അതിന് ആംബിവേർട്ട് എന്ന് വിളിക്കാം. അമ്മയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടായി. ഓക്കെ. അപ്പൊ അങ്ങനെ കല്യാണത്തിന് കണ്ടല്ലേ? അതെ, കല്യാണത്തിന് കുറെ പേരെ കണ്ടത്. ഇപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ടൊന്ന് ഗെറ്റ് ടുഗെദർ നടത്താൻ പറ്റി. ആന്റിയുടെ എല്ലാ ചേച്ചിമാരും അങ്കിളുടെ എല്ലാ ഒരുവിധം കുറെ പേരൊന്നും ഇല്ല, ബന്ധുക്കളെയൊക്കെ കണ്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും ഉള്ളൊരു ആൻസറും കൂടി ആയിരുന്നു ഈ വ്ളോഗ്. കുറേ പേർക്ക് എത്ര മന്തായി എന്നുള്ളൊരു അല്ലേ? ശരി. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ. Bye.